നമസ്കാരം. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ശമ്പളവും മറ്റ് അത്യാവശ്യ കാര്യങ്ങളുമൊക്കെ നിറവേറ്റുന്നതിന് വേണ്ടി 1500 കോടി രൂപ സംസ്ഥാന സർക്കാർ ഇന്ന് കടമെടുക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ കടം വർദ്ധിക്കുന്നുവെങ്കിലും സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ആശ്വാസ വാർത്ത തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 1600 രൂപ വീതം എല്ലാ മാസവും ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണത്തിനോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് ഈ മാസം, അതായത് ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടുമൊക്കെ അനുബന്ധിച്ച് 3200 രൂപ വിതരണം ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. 11 വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള 1500 കോടി രൂപയുടെ കടപ്പത്രങ്ങൾ ഇറക്കിയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് 1500 കോടി രൂപ കടമെടുക്കുന്നത്. ഇത് റിസർവ് ബാങ്കിൻ്റെ കോർ ബാങ്കിങ് സൊല്യൂഷൻ സംവിധാനമായ ഇ-കുബേർ വഴിയായിരിക്കും കടമെടുക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ റിസർവ് ബാങ്ക് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കളിൽ, അതായത് 62 ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് ഇന്ന് 1600 രൂപ വീതം കൈപ്പറ്റുന്നത്. ഇതിൽ 10000-ഓളം ആളുകൾ, അതായത് സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർക്കാർ ആനുകൂല്യം പറ്റുന്ന ആളുകൾ ഉൾപ്പെടെ 10000-ഓളം ആളുകൾ അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നുവെന്ന് സംസ്ഥാന സർക്കാർ തന്നെ കണ്ടെത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഒരു കടമെടുപ്പ് എന്നത് ശ്രദ്ധേയമാണ്. ഓണക്കാലത്തെ സാമ്പത്തിക ഞെരുക്കം കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ തുക വായ്പ എടുക്കുന്നതിന് വേണ്ടി അനുവദിക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സാഹചര്യത്തിൽ 4200 കോടി രൂപ കടമെടുക്കാനാണ് ഇപ്പോൾ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും 1500 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണവും ശമ്പളവും മറ്റും ഇപ്പോൾ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ചയിൽ തന്നെ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. കൃത്യമായ വിതരണ തീയതി ഉടൻ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്